രാവിലെ എന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല പേടിയോടെയാണ് കേട്ടോ ഇവിടെ കഴിയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു കുഞ്ഞു വീടിൻ്റെ മുറ്റത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അണലീനെ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു അണലീനെയാണ് കേട്ടോ കണ്ടത്. പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നതിനോട് തന്നെ അതിൻ്റെ അമ്മ ഈ ഒരു പരിസരത്ത് തന്നെ ഉണ്ടാവും എന്നുള്ള നല്ല ഒരു പേടിയാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. ഇതാ ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായിരിക്കുന്ന വീട്. നമ്മളെ വീടും അല്ല, നമ്മളെ വീടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യേനി. അപ്പോൾ അവിടെ അടിച്ചേരി തീയിടാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ. പേടിയാണ് സത്യത്തിൽ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ. ഒരു വർഷം മുമ്പ് വരെ ഇവിടെ വാടകക്കാരുണ്ടേനി. എന്നാലും അവർക്കും നല്ല പാമ്പിൻ്റെ ശല്യം ഉണ്ടേനി. എങ്കിലും അവർ വെളുത്തുള്ളി ചതച്ച് ചുറ്റും ഇടലും പിന്നെ മണ്ണെണ്ണ ചുറ്റും ഒഴിക്കലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരിത് നല്ലോണം ശ്രദ്ധിക്കുന്നതിനോണ്ട് തന്നെ നമ്മൾ സേഫായിനി. ഒരു മാസം മുമ്പ് നമ്മുടെ അടുക്കളൻ്റെ സ്റ്റെപ്പ് വരെ പാമ്പ് വന്നിട്ടുണ്ടേന് കേട്ടോ. അപ്പോൾ അത് ഇക്കാക്ക കണ്ടതിനെ കൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. ഈ ചക്കൻ്റെ പ്ലാവിന് റീലിട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന്. അപ്പോൾ ഈ ഒരു ചക്ക ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ, അതുമല്ല ഒന്നോ രണ്ടോ ചുള മാത്രമേ അതിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആരും ഇത് പറിക്കാൻ വരില്ല കേട്ടോ. താനെ കൊഴിഞ്ഞ് വീഴാറാണ് പതിവ്.